നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഓണർ ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ വർഷത്തെ 2025 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയിനെ കുറിച്ചിട്ടാണ്. എന്താണ് മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് എന്നുള്ളത്? WHO ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഒരു സോഷ്യൽ, ഫിസിക്കൽ, മെൻ്റൽ വെൽബീയിങ് എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ വ്യക്തി പൂർണ്ണമായിട്ടൊരു ആരോഗ്യം ആ വ്യക്തിക്കുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ WHO ഡെഫിനിഷൻ അങ്ങനെയാണ്. സോ എന്താണ് ഈ മെൻ്റൽ ഹെൽത്ത്? അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഫിസിക്കൽ ഹെൽത്ത്. ഒരു ഫിസിക്കൽ ഹെൽത്തിനെ പോലെ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുള്ള ഒരു ഫിസിക്കൽ ഹെൽത്തിന്, അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. ഒരു ഒട്ടനവധി ആളുകൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിലൂടെ സഫർ ചെയ്യുന്ന ഒരുപാട് വേൾഡ് വൈഡ് എടുത്ത് നോക്കുകയാണെങ്കിലും മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ. പക്ഷേ പലപ്പോഴും സ്റ്റിഗ്മ, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർ എങ്ങനെ അതിനെ വിലയിരുത്തും എന്നുള്ളൊരു ഫിയറൊക്കെ കാരണം പല വ്യക്തികളും അത് മുന്നോട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അതിനെക്കുറിച്ചുള്ള അവബോധം, അവെയർനെസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു പ്രാധാന്യം കൊടുക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് ഗ്ലോബലി എടുത്ത് നോക്കുകയാണെങ്കിൽ millions of people are suffering from different mental health conditions like anxiety, depression, bipolar disorder, psychosis തുടങ്ങിയ ഒട്ടനവധി മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിൽ ആളുകൾ സഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിഗ്മ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ആക്സസ് ടു കെയർ അത് കാരണം, അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ഒക്കെ കാരണം പലരും മുന്നോട്ട് എടുത്ത് വയ്ക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ? 1992 WHO ആണ് ഇങ്ങനെ ഒരു ഇനീഷ്യേഷൻ എടുക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ഡേ എല്ലാ വർഷവും ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കാം എന്നുള്ളൊരു ഇനീഷ്യേഷൻ കൊണ്ടുവരുന്നത് WHO ആണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഡേ ആചരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, മാനസിക ആരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെ ചെയ്യാം എന്നതൊക്കെയാണ് ഒരു വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് WHO. സോ ബേസിക്കലി ഓരോ വർഷവും വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ഓരോ തീം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ ആക്സസ് ടു സർവീസസ്, മെൻ്റൽ ഹെൽത്ത് ഇൻ കാറ്റാസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ്. അതായത് ഒരു ക്രൈസിസ് വരുമ്പോൾ ആ ഒരു ടൈംലി ആളുകൾക്ക് അവർക്ക് ലഭ്യമാകേണ്ട ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട ടൈംലി കൗൺസിലിംഗ്, ടൈംലി തെറാപ്പി, അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടും കെയറും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു തീമാണ് ഈ ഒരു വർഷത്തെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ തീം. അതായത് ഇപ്പോൾ കാറ്റാസ്ട്രോഫീസ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രളയം, അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ക്രൈസിസ് വന്നിട്ടുണ്ട് ഈ ഒരു 10 വർഷത്തിനടുത്ത്, അല്ലെങ്കിൽ ഈ ഒരു 5 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നു ചേർന്നിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ ആ ഒരു ഡിസാസ്റ്റേഴ്സ് കാരണം നമ്മളുടെ എൻവിറോൺമെൻറ്റ് മാത്രമല്ല അതിൽ ഡിസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, അതിനോടൊപ്പം തന്നെ ഒരുപാട് മനസ്സുകൾ അത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ, അതായത് അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ കുടുംബാംഗങ്ങളെ ഒറ്റവരുടെ വരെ നഷ്ടപ്പെട്ടവർ, പല ഫാമിലീസ് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ട്. നമുക്ക് പല നഷ്ടങ്ങളും പല ലോസുകളും സംഭവിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനിടയിൽ തന്നെ
ഒരുപാട് ഇമോഷണൽ ട്രോമ, സ്ട്രെസ്സ്, ലോങ് ടേം ആയിട്ടുള്ള സൈക്കോളജിക്കൽ എഫക്ട്സ് വന്നു ചേർന്നിട്ടുണ്ട് ഒരുപാട് മനുഷ്യ ഹൃദയങ്ങളിൽ, മനുഷ്യ മനസ്സുകളിൽ. അപ്പോൾ ഈ വർഷത്തെ തീം ഫോക്കസ് ചെയ്യുന്നത് ഇത്രയും അധികം കലാമിറ്റീസിൽ, ഇത്രയും ഡിസാസ്റ്റേഴ്സിലൂടെ കടന്നു പോയ വ്യക്തികളിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കെയർ, അത് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കൊടുക്കേണ്ട കെയറിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആ ഒരു പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ സ്കൂൾ വൈസ് നമ്മൾ വർക്ക് പ്ലേസസിലൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് എന്താ പറയുക സർവീസുകളൊക്കെയാണ് ഇതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ എന്തിനാണ് ഇങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഡേയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കോസസ്, കാരണങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ചിലപ്പോൾ അത് ജനറ്റിക്കലി ആവാം, ബയോളജിക്കലാകാം, ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ലൈഫ് ഈവൻറ്റ്സ് കാരണമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇപ്പോൾ പറയുന്ന ഈ തീം അനുസരിച്ച് പറയാനാണെങ്കിൽ നമ്മളുടെ എൻവിറോൺമെൻറ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഒട്ടനവധി ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം സ്ട്രെസ്ഫുൾ ലൈഫ് ഈവൻറ്റ്സ്, മരണങ്ങൾ സംഭവിച്ച് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ നഷ്ടമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലൈഫ് ഇവൻറ്റ്സ്, ചിലപ്പോൾ ക്രോണിക് ഇൽനെസ്സസ്, ചിലപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ്. ചിലപ്പോൾ വേറൊരു ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് ഇതിനെ ഇങ്ങനൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഇപ്പം ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപ്പോളർ ഡിസോർഡർ തുടങ്ങി PTSD, സൈക്കോസിസ് വരെ തുടങ്ങിയ അത്രയും സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് അതിന് വേണ്ട ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റിഗ്മ, നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഇൻക്ലൂഷൻ, ഓവറോൾ എല്ലാവരെയും ഇതിൽ നമുക്ക് എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു അവയർനെസ് കൊണ്ട് സാധിക്കുമെന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എങ്ങനെയാണ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ പലപ്പോഴും പബ്ലിക് സെമിനാർസുകൾ, വർക്ക്ഷോപ്സിലൂടെയൊക്കെ ഇത് സെലിബ്രേറ്റ് ചെയ്യും. അതായത് എഡ്യൂക്കേഷൻ സെഷൻസ് കൊടുക്കാം, മെൻ്റൽ ഹെൽത്ത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പോലെ അവയർനെസ് വാക്സ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തും. ദാറ്റ് ഈസ് ലൈക്ക് സം ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് പീപ്പിൾ ടുഗെദർ ടു സപ്പോർട്ട് ഇൻക്ലൂഷൻ. ഈ പറയുന്ന പോലെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടൊരു ക്യാമ്പയിൻസ് ഒക്കെ നടത്താം, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസുകളൊക്കെ. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് എന്താ പറയുക, ഒന്ന് വെൽനെസ്സിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും ഓവറോൾ വെൽബീയിങ് എങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഒന്ന്, നമുക്ക് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്, സ്ട്രെസ് റിലീവിങ് ടെക്നിക്സുകൾ പ്രാക്ടീസ് ചെയ്യാം, യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിൽ ദാറ്റ് മേക്സ് പീപ്പിൾ ഹാപ്പി, അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുക. ആൻഡ് സ്റ്റേയിങ് വെരി ആക്റ്റീവ്, ഹാവിങ് ഗുഡ് സ്ലീപ്പ്, ഗെറ്റിംഗ് ഗുഡ് സ്ലീപ്പ്, അതുപോലെ തന്നെ പ്രോപ്പർ ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ഓപ്പൺ കോൺവെർസേഷൻസ് വിത്ത് പീപ്പിൾ, ലൈക്ക് നിങ്ങളുടെ ക്ലോസ് ഫാമിലി, ഫ്രണ്ട്സുമായിട്ടുള്ള മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഓപ്പൺ കോൺവെർസേഷൻസ് സംസാരിക്കുക, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് സംസാരിക്കുക. ആൻഡ് ഓൾസോ ടൈംലി സീക്കിംഗ് യുവർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ അത് സീക്ക് ചെയ്യുക, അത് കറക്റ്റ് സമയത്തിൽ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.